തന്റെ പേരെന്താ? ആശാൻ. ആശാനോ? അപ്പനും അമ്മയിട്ട പേരെന്താ? ചാണ്ടിക്കുഞ്ഞാശാൻ. ചാണ്ടിക്കുഞ്ഞാശാനോ? അതാണോ പള്ളിയിലിട്ട പേര്? ചാണ്ടിക്കുഞ്ഞ്. പിന്നെ ഈ ആശാനോ? അതാരിട്ടു? ആരിട്ടടോ? ഞാൻ തന്നെ. പകൽ മുഴുവൻ ഡ്രൈവിംഗ് പഠിപ്പിക്കല്, രാത്രി ശവം കയറ്റല്. അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടോ തന്റെ കാറിന്? അയ്യോ ഇല്ല സാറേ, ഗുരുവായൂര് പോണം തൊഴണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ ഞാൻ അപ്പൂന് വണ്ടി കൊടുത്തത്. വരാൻ താമസിച്ചപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു. കാത്തിരുന്ന് മടുത്തിട്ടാ ഞാൻ വീട്ടിലേക്ക് പോയത്. എവിടെ കാത്തിരുന്നു? അവിടെ. എവിടെ? അവിടെ അവിടെ ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? പുല്ലങ്ങാട്ട്. പുല്ലങ്ങാട്ട് എവിടാടാ? ഷാപ്പില്. ഏത് ഷാപ്പില്? കേസ് നമ്പർ 53. പൊയ്ക്കോളാൻ. ഞാൻ പോവാനോ? പിന്നെ അകത്ത് കയറി കിടക്കണോ? വേണ്ട. പൊയ്ക്കോ. പോവാ. ഇങ്ങടുത്ത് വാ. എന്താടാ നീന്ന് പരിങ്ങുന്നത്? രാമൻകുട്ടി അല്ലേ? അല്ല. അതെ. സുഗന്ധി മരിച്ച ദിവസം എന്താ ഉണ്ടായത്? പേടിക്കണ്ട, കണ്ടത് പറഞ്ഞാ മതി. മനക്കിലെ പറമ്പില് എനിക്ക് 5-6 ചെത്തുകങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ആരൊക്കെയോ വന്ന് കള്ള് കട്ടുകുടിക്കും. ഞാനിത് ബ്ലാക്ക് വിൽക്കാന്ന് പറഞ്ഞ് കോൺട്രാക്ടർ ആണെങ്കിൽ ഡെയിലി വഴക്കാം. അങ്ങനെ ഒരു കള്ളക്കച്ചവടം ഉണ്ടോ തനിക്ക്? അയ്യോ ഇല്ല സാർ, ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. എന്നിട്ട് കള്ളനെ പിടിച്ചോ? ഓ എവിടെ കിട്ടാനാ സാറേ? ഇന്ന് മുതുപാതിരായ്ക്കാണെങ്കിൽ നാളെ കൊച്ചുവെളുപ്പാങ്കാലത്തായിരിക്കും മോഷണം നടക്കുക. അങ്ങനെ മടുത്തിട്ടാ ഞാൻ അറ്റകൈ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതെന്താ? കള്ളും കൊടുത്തി ഇത് ചെവിയറിയാതെ നായങ്കരണപ്പൊടി കലക്കും. നായങ്കരണപ്പൊടിയോ? അതെന്തിനാ? അപ്പൊ പിന്നെ കള്ള് കട്ടുകുടിക്കുന്നവർക്ക് വയറിളകുകയും ദേഹാസകലം ചൊറിയുകയും ചെയ്യും. എന്നിട്ട് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അത് ഞാൻ പറയാതെ നിനക്കറിയില്ലേ? അപ്പോ മര്യാദയ്ക്ക് പെരുമാറണം. നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ എനിക്ക് വയ്യ. പ്രേമം എന്താ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങേണ്ടതാണോ? പ്രസംഗം വേണ്ട സുഗന്ധി, ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ? ഓഹോ, എങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ വിടില്ലടി. സുഗന്ധിയെ കൊന്നത് നീയാണോ? എന്തിനാ കൊന്നത്? വായി നാക്കില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നോ? എടാ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നോന്ന്. എന്ത്? എടാ നിങ്ങൾ നമ്മൾ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു. After going through the first information report, this court feels that prima facie case against the accused has been established. Hence, the accused is ordered to be remanded to judicial custody for 15 days. എന്താണ് ഓർമ്മ? തന്റെ കേസ് ഇനിയും പഠിച്ചു കഴിഞ്ഞില്ലേ?
മാറി നിൽക്കടോ. വെട്ടം മറിയാതെ മാറി നിൽക്കാൻ. തന്റെ പേരെന്താ? പേരെന്താണെന്ന്. അപ്പു. ഞാൻ വർമ്മ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് എങ്ങനെ ഗോപനോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്ര പെർഫെക്റ്റ് എഫ്ഐആർ ആണ് ഗോപൻ എഴുതിയത്. ഏത് കൊടി കെട്ടിയ വക്കീലിന് വന്നാലും അപ്പ് രക്ഷപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റി. ആ റേപ്പിന്റെ കാര്യം ഒന്ന് പ്രസ് ചെയ്തിരുന്നെങ്കിൽ കേസിന് ഒന്നുകൂടെ ബലം കൂടിയനെ. ഞാനൊരു മടയനാണെന്ന് തോന്നുന്നുണ്ടോ സുരേഷ്? അതെനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നമ്മളെ സഹായിച്ചതുപോലെ എല്ലാരും സഹായിക്കണമെന്നില്ല. ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോ ലാബ് ടെസ്റ്റ്, ഫോറൻസിക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതങ്ങ് മേലോട്ട് പോവും. ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി. റേപ്പ് ചെയ്തവന്റെ കുലം ഏതാണെന്ന് വരെ പിടികിട്ടും. ആര് കൊടുങ്ങും? അത് പോയിന്റാ. ആ, ഏതായാലും വക്കീൽ ഒരു കാര്യം കൂടെ ചെയ്യണം. ഭാഗ്യം പരീക്ഷിക്കണ്ട. അപ്പു ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ട് ഗവൺമെന്റ് അയാൾക്ക് ഒരു വക്കീലിനെ വെച്ചു കൊടുക്കും. അയാളെ ഒന്ന് പിടിക്കണം. അത് ഞാൻ ഏറ്റു സാറേ. കൊലക്കേസിൽ പ്രതിഭാഗം വക്കീലെന്ന് പറയുമ്പോ ചാകര കിട്ടിയ മരക്കാന്റെ പരുവ. ഈ ചാകര ഇപ്പൊ സർക്കാർ കൊടുക്കൂ? അത് നിങ്ങളങ്ങ് കൊടുത്തേരെ. 10-20 വർഷം മലയായിലെ തേയിലത്തോട്ടങ്ങളിൽ കൂലിപ്പണി തുടങ്ങി മാനേജർ പണി വരെ ചെയ്ത് പാടുപെട്ടുണ്ടാക്കിയ കാശാണ്. അത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആദ്യം മുതലേ ഭാര്യയും മക്കളും എതിരായിരുന്നു. പക്ഷെ ഞാനത് വകവച്ചില്ല. ഒന്നുമില്ലെങ്കിലും സ്വന്തം നാടല്ലേ. ബാങ്കുകളൊക്കെ ആദ്യം വലിയ സഹകരണമായിരുന്നു. നോൺ റെസിഡന്റ് ഇന്ത്യൻ. കാര്യത്തിലടുത്തപ്പോൾ ഞാൻ അത്ഭുതം കണ്ടു. ശമ്പളം കൊടുക്കുന്ന ലേബേഴ്സിന്റെ പുറത്ത് എനിക്കല്ല അധികാരം. അത് യൂണിയൻ നേതാവെന്ന് പറഞ്ഞ വേറൊരുത്തനാണ്. ആദ്യമൊക്കെ ഞാൻ കുറെ കണ്ടും കണ്ടില്ല എന്ന് നടിച്ചു. ഫാക്ടറിക്ക് കല്ലിടുന്ന ദിവസം തുടങ്ങി ഉദ്ഘാടന ദിവസം വരെ ഞാൻ താണ്ടിയ കടമ്പകൾ മാനസികമായും സാമ്പത്തികമായും എന്നെ തകർത്തു കളഞ്ഞു. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. പ്രൊഡക്ഷൻ തുടങ്ങിയാൽ രക്ഷപ്പെടാവല്ലോ എന്നോർത്ത്. ഉദ്ഘാടന ദിവസം എന്നെയും ഉദ്ഘാടകനെയും തൊഴിലാളികളെയും ഫാക്ടറിക്കകത്ത് കടത്തുന്നില്ല. നമ്മുടെ യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിൽ കൊടിതോരണങ്ങൾ, കേട്ടുകേൾവിയിലത്തെ അവകാശവാദങ്ങൾ എഴുതിയ പ്ലേ കാർഡുകൾ, അക്രമത്തിലേക്ക് വഴുതി വീഴുന്ന ഒരുതരം കെരാവോടെ ലൈൻ. എന്റെ നിയന്ത്രണങ്ങളെല്ലാം തെറ്റി. തൊഴിലാളികളും ദൃക്സാക്ഷികളും VIP-കളും നോക്കി നിൽക്കെ ഞാൻ അവനെ വെടിവെച്ചു കൊന്നു. പക്ഷെ ഞാൻ ഈ കേസിൽ രക്ഷപ്പെടും. അതിനുള്ള പഴുതുകൾ പോലീസ് എഫ്ഐആറിലുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മറ്റൊന്നിനുമല്ല. ആരോ ചെയ്തൊരു കൊല കണ്ടു നിന്ന് നീ എന്നേക്കാൾ കുഴപ്പത്തിലാണ്. നിന്നെ രക്ഷിക്കുമെന്ന് നീ പറയുന്ന ആൾ നിന്നെ രക്ഷിക്കാൻ വരില്ല. അത്രയും ചെന്നായ്ക്കളുടെ ലോകമാണിത്. സാറ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. അപ്പോ നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? അമ്മേ, അമ്മ ചെല്ലു. അമ്മ എന്താ ഒറ്റയ്ക്ക്? ഗോപൻ സാർ വന്നില്ലേ? അമ്മേ. ആ, അപ്പുവിന് എന്നെ പരിചയമില്ലല്ലോ അല്ലേ? ഞാൻ പ്രഭാകരൻ, വക്കീലാ. അമ്മേ, എനിക്ക് അപ്പുവിനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. മോനെ, നടന്നെല്ലാം വക്കീലിനോട് പറയണം. ഒന്നും മറക്കണ്ട. സർക്കാർ വക്കീലല്ല, അമ്മ കൊണ്ടുവന്ന വക്കീല. ഞാൻ പുറത്തിരിക്കാം. അപ്പുക്കുട്ടൻ പറഞ്ഞ കഥയും മിസ്റ്റർ ഗോപൻ എഴുതിയ ചാർജ് ഷീറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പു വിഷമിക്കാനൊന്നുമില്ല. എന്നാലും സത്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ രണ്ടുപേരും അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് പറയുക, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എഫ്ഐആറിൽ ഇത്രയും പെർഫെക്റ്റ് ആയി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളൊന്നുമില്ല. ഇല്ല സാർ. ഗോപൻ സാറ് അങ്ങനെ എന്നെ ചതിക്കോ? ഇല്ല. ഗോപൻ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് നീ കൊല നടത്തുന്നത് കണ്ട ഒരാളുണ്ട്, ദൃക്സാക്ഷി. ദൃക്സാക്ഷിയോ? ആരെ? രാമൻകുട്ടി. രാമൻകുട്ടിയോ? ഇല്ല സാർ, അങ്ങനെ വരില്ല. അവൻ ചെത്തുതെങ്ങിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. നീ കാറിൽ വന്ന് സുഗന്ധിയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റി
അവളെ കുത്തിക്കൊല്ലുന്നത് അവൻ കണ്ടു. കള്ളമാണ് സാർ, കള്ളം. എന്നാണ് അവൻ DSP കൊടുത്ത മൊഴി. രാമൻകുട്ടി എങ്ങനെ? ഇല്ല സാർ, അവൻ അങ്ങനെ പറയില്ല. ഞാനിത് വിശ്വസിക്കില്ല. അവൻ അങ്ങനെ പറയില്ല സാർ, ഞാനിത് വിശ്വസിക്കില്ല. അപ്പോ ഞാനിത് വിശ്വസിക്കില്ല സാർ. ഞാൻ ഊഹിച്ച പോലെ തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടൊരു ഫ്രെയിമിംഗ്, ചാർജുകളെല്ലാം വളരെ ക്ലീൻ. വധശിഷ്ട വരെ കിട്ടാൻ സാധ്യതയുണ്ട്. തളർന്നിരിക്കുന്ന സമയമല്ല ഇത്. നീ രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, ജയിലിൽ ചാടുക. പുറത്തിറങ്ങി നീ രാമൻകുട്ടിയെ കണ്ടുപിടിക്കുക. അവന് പിന്നെ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. അതും സാധിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഒളിവിൽ പോവുക. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ജാമ്യം കിട്ടിയോ? രാമൻകുട്ടിയോടെ അപ്പൊ എങ്ങനെ പുറത്തു വന്നു? ജാമ്യം കിട്ടിയില്ലെന്നാണല്ലോ കൊച്ചേട്ടൻ പറഞ്ഞത്. രാമൻകുട്ടി എവിടെന്നാ ചോദിച്ചത്? കൊച്ചേട്ടൻ ഇപ്പൊ വരും. അപ്പൊ അതേക്ക് വരും. എവിടെയാണ് രാമൻകുട്ടി? അപ്പൊ ഞാൻ മാറി. പറയുന്ന- അപ്പോ 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 എന്തിനാ വന്നേ? കൊച്ചേട്ടനെ വഴക്കുണ്ടാക്കാനാണോ? അല്ല, അവനെ കൊല്ലാനാ. അപ്പോ അവൻ പോലീസിൽ സാക്ഷി പറഞ്ഞ എന്താണെന്നറിയാമോ? സുഗന്ധിയെ ഞാൻ കൊല്ലുന്നത് അവൻ കണ്ടെന്ന്. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ ഞാനിന്ന് തൂക്കുകാരന്റെ മുന്നിലാണ്. ഇല്ല. പറഞ്ഞു. നിന്നെ പോലും ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന്റെ സഹോദരി ആയതുകൊണ്ടാ. അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? അതറിഞ്ഞിട്ടേ ഞാൻ പോകും. സരോനി, ഇതെന്നാണ് ഈ വിളക്കെടുത്തകത്ത് വയ്ക്കാത്തെ? ഞാൻ പറയാം. കൊല്ലല്ലേ അപ്പു. നീ എന്തിന് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു? പറയടാ. കാണാത്ത കാര്യത്തിന് നീ എങ്ങനെ ദൃക്സാക്ഷിയായി? എടാ നന്ദി കെട്ട നായെ, ഓർമ്മ വെച്ച നാൾ മുതൽ നീ എന്നെയും ഞാൻ നിന്നെയും കണ്ട് വളർന്നതാ. ഏത് അർദ്ധരാത്രിയിലും ഏതിരിട്ടത്തും നിന്നെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നീ സുഗന്ധിയുടെ ശവം കൊണ്ടെടുത്തത് ഞാൻ തെങ്ങിന്റെ മുകളിൽ ഇരുന്ന് കണ്ടതാ. പോലീസ് സ്റ്റേഷനിലിട്ട് എന്നെ കൊല്ലാതെ കൊന്നപ്പോഴും എന്റെ ജീവൻ തൂക്കുകാരന്റെ മുമ്പിലായപ്പോഴും ഞാൻ ഈ രഹസ്യം പുറത്ത് ആരോടും പറഞ്ഞില്ല. വക്കീലിനോട് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അറിയാവോ നിനക്ക്? നീ രാമൻകുട്ടി ആയതുകൊണ്ട്. ഈ കൊലയിൽ നിനക്ക് എന്താ പങ്ക്? പറയടാ. നീയാണോ കൊന്നത്? ഇല്ല, ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല.
ഞാനിത് പെട്ടുപോയതാ. ഞാൻ എല്ലാം പറയാം. എന്റെ ഗതികളുണ്ട് അപ്പു ഞാൻ കള്ളസാക്ഷി പറയേണ്ടി വന്നത്. സരോജിനിയും നീയും എനിക്ക് ഒരുപോലെയാ. ഞാൻ കള്ളസാക്ഷി പറഞ്ഞില്ലെങ്കിൽ അവക്ക് പോലും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നപ്പോ നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ എനിക്ക് കൈവിടേണ്ടി വന്നു. എനിക്ക് അവളെ കൈവിടാൻ ഒക്കുവപ്പോ. ഒരു വയറ്റിൽ പിറന്നതല്ലേ.